സിജു, നമ്മൾ കണ്ടതാണ് ഈ പാവങ്ങളുടെ കണ്ണീര് യലഹങ്കയിലെ. ഈ പാവങ്ങളെ കുടിയൊഴിപ്പിച്ചതും ഇതുപോലുള്ള ഭൂമാഫിയകൾക്ക് സംരക്ഷണം ഒരുക്കാനും അല്ലെങ്കിൽ അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കാനുമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഈ രാമസ്വാമി റിപ്പോർട്ടൊക്കെ നമ്മളെ കൊണ്ട് ചെന്ന് എത്തിക്കുന്നത്. നേരത്തെ നമ്മളോട് പ്രതികരിച്ച ആളും അതേ കാര്യം തന്നെ പറഞ്ഞു. ഒരുപാട് വികസനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണിത്. ഭൂമിക്ക് ഓരോ അനുദിനം വിലയേറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു സെന്റ് ഭൂമിക്ക് പോലും അല്ലെങ്കിൽ നിൽക്കുന്ന ഒരു സ്ക്വയർ ഫീറ്റിന് പോലും 12,000 രൂപ വരെ അവിടെ ഇപ്പോൾ ഭൂമിക്ക് വിലയുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് വിമാനത്താവളം. അപ്പോൾ അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം എന്ന നിലയ്ക്ക് ആ ഭാഗത്തുള്ള പാവപ്പെട്ടവരെ ഒഴിപ്പിച്ച് വൻകിടക്കാർക്ക് അല്ലെങ്കിൽ കുത്തക മുതലാളിമാർക്ക് ഇടമൊരുക്കി കൊടുക്കാനുള്ള ഒരു നടപടി എന്ന നിലയ്ക്ക് കാണണം ഈ കയ്യേറ്റത്തെ അല്ലെങ്കിൽ ഈ ഒരു കൊടിയൊഴിപ്പിക്കലിനെ എന്ന് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് സംശയിക്കാവുന്ന ഒരു കാര്യവും. ബിനിഷ, നേരത്തെ സംസാരിച്ചത് കർണാടകയിലെ CPM-ന്റെ മുതിർന്ന നേതാവ് BJK നായരാണ്. BJK നായർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരമൊരു ഭൂമാഫിയ ബന്ധം ഇതിന് പിന്നിൽ ആരോപിക്കുന്നുണ്ട്. കാരണം ഈ ബാംഗ്ലൂരുവിൻ്റെ വടക്കൻ ഭാഗത്താണ് ഈ കൊഗിലു സ്ഥിതി ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ഒഴിപ്പിക്കൽ നടത്തി 200ഓളം കുടുംബങ്ങളെ പെരുവഴിയിലിറക്കിയ കൊഗിലു ഈ വടക്കൻ മേഖലയിലാണ്. ഈ ബാംഗ്ലൂരുവിൻ്റെ വളർച്ച ഇപ്പോൾ ഈ വടക്കൻ മേഖലയിലേക്കാണ്. റെയിൽവേ സ്റ്റേഷൻ, അതോടൊപ്പം തന്നെ വിമാനത്താവളം എല്ലാം തന്നെ ഈ ഭാഗത്താണ്. വലിയ വളർച്ച ഈ ഭാഗത്ത് നഗരത്തിനുണ്ടാകുന്നു. നഗരം ഈ ഭാഗത്തേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തിന് വലിയ മൂല്യമുണ്ട്. ആ സ്ഥലത്തിൻ്റെ മൂല്യത്തിലാണ് കണ്ണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നിലവിൽ ഇവർ പറയുന്നത് ബംഗളൂരു വികസന അതോറിറ്റി അതൊരു മാലിന്യ സംസ്കരണ പ്ലാന്റിന് വേണ്ടി കൈമാറിയെന്നാണ്. ഏതാണ് ആ സ്ഥാപനം, ഏതാണ് ആ കമ്പനി എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരണം. ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ബന്ധം അത്തരം സ്ഥാപനങ്ങൾക്കുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഉന്നതൻ്റേതാണോ ആ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ് എന്നുൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തണം. ഏതായാലും ഒരു ഭൂമാഫിയ ബന്ധം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പേർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. കാരണം കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് 2-3 സെന്റ് സ്ഥലത്ത് വീട് കെട്ടിയ ആളുകൾ വർഷങ്ങൾക്ക് മുമ്പ് വീട് കെട്ടിയതാണ്. അന്ന് ഇത്തരം ഈ സ്ഥലത്തിന് ഈ രീതിയിലുള്ള മൂല്യമുണ്ട് എന്നൊന്നും അറിഞ്ഞുകൊണ്ട് വീട് കെട്ടിയ ആളുകളല്ല. ഖനനം കഴിഞ്ഞ് ഉപേക്ഷിച്ച ഒരു ക്വാറിയുടെ ചുറ്റും ഉള്ള സ്ഥലത്താണ് അന്ന് വീട് കെട്ടി താമസിക്കുന്നത്. അന്ന് ചെറിയ മൂല്യമുള്ള സ്ഥലമാണ്. അന്ന് ഈ നഗരം അത്രത്തോളം, യലഹങ്കി ഉൾപ്പെടെയുള്ള സ്ഥലം അത്രത്തോളം വളർന്നിട്ടില്ല. അതൊന്നും അറിയാതെ അവിടെ വന്ന് താമസിച്ച ആളുകളാണ്. പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ ഒരു വിപണി മൂല്യം വർദ്ധിച്ചത്. അത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ഇടപെടൽ ഇതിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സംസാരിച്ച എല്ലാ കോൺഗ്രസ് നേതാക്കളും പറഞ്ഞത് ആ ഭാഗത്തുള്ള ഭൂമിയുടെ വിലയെക്കുറിച്ചാണ്. കോടികൾ വിലമതിക്കുന്ന ഭൂമി കയ്യേറി എന്നാണ് ആരോപിച്ചത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, DK ശിവകുമാർ, അതോടൊപ്പം തന്നെ BJP-യുടെ പ്രതിപക്ഷ നേതാവ് R. അശോക ഉൾപ്പെടെയുള്ളവർ ഈ ഭൂമിയുടെ വിലയെക്കുറിച്ച് സംസാരിക്കുന്നു. അത് വലിയൊരു സംശയത്തിലേക്ക് നിൽക്കുന്നു. ഒരു ഭൂമാഫിയ ബന്ധം ഇതിന് പിന്നിലുണ്ട് എന്ന് വേണം സംശയിക്കാൻ. നിമിഷ, സിജു, ഈ പുനരധിവാസ നടപടികളെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ കോൺഗ്രസ് സർക്കാർ? കഴിഞ്ഞ ദിവസം പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുകയുണ്ടായി. 5 ലക്ഷം രൂപ ഓരോ കുടുംബങ്ങളും നൽകണം എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള തുടർ തീരുമാനങ്ങളോ നടപടികളോ ചർച്ചകളോ ഉണ്ടായിട്ടുണ്ടോ കർണാടകയിൽ? ബിർഷ, കർണാടകയിലും ഈ സാധാരണ മനുഷ്യന്മാർ കോൺഗ്രസിനോട് ചോദിക്കുകയാണ്, വീട് എവിടെ കോൺഗ്രസ് എന്നാണ് ചോദിക്കുന്നത്. കേരളത്തിലുള്ള അതേ അവസ്ഥ. വയനാട്ടിൽ വീട് കെട്ടി നൽകാമെന്ന് പറഞ്ഞ് പറ്റിച്ചു. ഇവിടെ കർണാടകയിൽ വീട് നൽകാമെന്ന് പറഞ്ഞ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ പറ്റിച്ചു എന്നുള്ളതാണ്. ഈ 1-ാം തീയതി ഈ ഭവനരഹിതരായ ആളുകൾക്ക് വീട് നൽകുമെന്നാണ് പറഞ്ഞത്. പൈപ്പനഹള്ളിയിലെ ഭവന പദ്ധതി പ്രകാരം വീട് നൽകുമെന്നാണ് പറഞ്ഞത്. അത് വലിയ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് ഇത്തരമൊരു പുനരധിവാസ പദ്ധതി തന്നെ പ്രഖ്യാപിച്ചത്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ഇടപെടൽ അത് ദേശീയ തലത്തിൽ തന്നെ ഈ വിഷയം ശ്രദ്ധ നേടുന്നതിനിടയാക്കി. അതിനുശേഷം വലിയ രാഷ്ട്രീയ സമ്മർദ്ദം വന്നതോടുകൂടിയാണ് ഒരു പുനരധിവാസ പദ്ധതി പ്രഖ്യാപിച്ചത്. ബൈപ്പനഹള്ളിയിലെ 11.20 ലക്ഷം വിലമതിക്കുന്ന വീട് ആദ്യം 5 ലക്ഷം രൂപ നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചത്. പിന്നീട് വലിയ വിവാദമായപ്പോൾ അവരുടെ സബ്സിഡി കൂട്ടി 2.5 ലക്ഷം വരെ രൂപ അടച്ചാൽ മതി എന്നാണ് പറയുന്നത്. പക്ഷേ വീട്, അതിൻ്റെ നിർമ്മാണം പൂർത്തിയായി എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പുതുവർഷത്തിൽ ജനുവരി 1-ന് വീട് നൽകുമെന്നായിരുന്നു കർണാടകയിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത്. പക്ഷേ അതിനുശേഷം ഒരു അനക്കവുമില്ല. സർവേ നടപടികൾ പൂർത്തിയാക്കിയതല്ലാതെ എപ്പോൾ വീട് നൽകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇപ്പോഴും ചെളിയും മാലിന്യവും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ കുട്ടികളും സ്ത്രീകളും പ്രായമായവരുമെല്ലാം തന്നെ കൊഗിലുവിലെ ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ തന്നെ കഴിയുന്ന ഒരു ദയനീയമായ കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. വിനുഷ.